പ്രീത, ഈ ശശി തരൂര് പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നുണ്ട്. അത് കോൺഗ്രസ് അല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നുണ്ട്. അപ്പോൾ ചോദിക്കും എവിടെ? കേരളത്തിൽ. കോൺഗ്രസ് അല്ല കൊണ്ടുവരാൻ പോകുന്നത്. BJP അത്തരത്തിലൊരു നീക്കം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞറിയുന്നു. എന്താണ് അങ്ങനെ വല്ല സൂചനകൾ, വല്ല വാർത്തകൾ വന്നതായിട്ട് അറിയാമോ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയാൽ എന്താണ് പ്രശ്നം? ഇന്നലെ നമ്മൾ തമ്മിൽ തർക്കിച്ചു. അതെ, തർക്കിച്ചു. ഏറ്റ തർക്കമായിരുന്നു. അതെ, ഞാൻ പറഞ്ഞു അദ്ദേഹം പോയില്ല. പ്രീത പറഞ്ഞു പോകുമെന്ന്. എന്താ പോയാൽ എന്താ പ്രശ്നം? അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ പടലപ്പിണക്കങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മുഖ്യമന്ത്രി കുപ്പായം എന്താണ് ഞാൻ ഇട്ടാൽ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട അർഹിക്കുന്ന രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ നൽകിയാൽ അദ്ദേഹം പോകുന്നതിൽ എന്താണ് തെറ്റ്? കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേര കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര പേരോട് തമ്മിലടിക്കണം? ഇപ്പം തന്നെ സതീശനും ചെന്നിത്തലയുമൊക്കെ കുപ്പായം തയ്ച്ചു വെച്ച് ഇരിക്കുകയാണ്. അങ്ങേറ്റം കൊടുക്കുന്ന സുരേഷ് തച്ചു വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം അവിടെ നേതാക്കളെ മുട്ടിയിട്ട് നടക്കാൻ മേലല്ലോ. അപ്പൊ ഇവര് എങ്ങനെയാണ് ഈ തരൂര് വന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നത്? മാത്രമല്ല, തരൂര് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ തരൂരിന് ഈ പറയുന്ന ആരുടെയും പിന്തുണയും ഉണ്ടാകില്ല. തരൂരിനെ തോൽപ്പിക്കാൻ ഇവർ തന്നെ കളത്തിൽ ഇറങ്ങുകയും ചെയ്യും. കൃത്യമായിട്ട് ഇറങ്ങും. അതായത് ചെന്നിത്തലയും സതീശനും പരസ്പരം മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആക്കമുണ്ടാവും അതിന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തരൂരിനെതിരെ ചെന്നിത്തലയും സതീശനും ഒന്നിക്കും, എന്നിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ ഈ വലിക്കും. പക്ഷെ ഞാൻ പറയട്ടെ പ്രീത, അങ്ങനെ ഞാൻ കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് ഞാൻ തറപ്പിച്ച് പറയുന്നതല്ല. ഒരിക്കലും ശശി തരൂര് ഒരു ഈ പറയുന്ന ഇലക്ഷൻ, ഈ പൊതുവിൽ ഇലക്ഷൻ നടക്കുമല്ലോ സംസ്ഥാനത്ത് 2026 ഏത് മാസമെന്ന് എനിക്കറിയില്ല, അതിൽ തരൂർ ഒരു സ്ഥാനാർത്ഥി ആകില്ല. എങ്ങനെ തരൂർ സ്ഥാനാർത്ഥി ആകും എന്നുണ്ടെങ്കിൽ, സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയി വരുന്നു എന്നുള്ളത് നമ്മൾ പണ്ടൊക്കെ CPM-ൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് VS സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി ആകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമ്പോൾ VS-നെ ഒരു തോപ്പിച്ചു. എന്നിട്ട് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന നയനാർ മുഖ്യമന്ത്രിയായി. 5 മാസം കഴിഞ്ഞ് തൃക്കരിപ്പൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു. അതുപോലൊരു ഓപ്പറേഷനെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാര്യം അല്ലാതെ ആണെങ്കിൽ പ്രീത പറഞ്ഞ പോലെ അയാൾക്ക് ഒരു 10,000 BJP-യിൽ പോയാൽ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുക, BJP-യിൽ പോയാൽ ഇവിടെ നിരവധി, ഇപ്പോൾ സുരേന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇത്രയും കാലം സുരേന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്നു, ശോഭാ സുരേന്ദ്രനുണ്ട്. ഇവർക്കൊക്കെ എന്താ അവരാലോചിക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ഇങ്ങനെ ഒരാളെ കൊണ്ട് കെട്ടിയിറക്കണത് എന്ന് ചിന്തിക്കും. BJP അങ്ങനെ ചിന്തിക്കില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മറ്റൊരു കാര്യം, BJP തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് BJP-യിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് RSS ആണ് BJP-യുടെ ഭാഗത്ത്. അല്ല പ്രീത, അത് ഞാൻ സമ്മതിക്കുന്നത്. എങ്ങനെയെന്നറിയോ, ഇപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖർ വന്നല്ലോ. രാജീവ് ചന്ദ്രശേഖർ വന്നത് തന്നെ ഇവിടെ കളം പിടിക്കാൻ വേണ്ടി കേന്ദ്രം തീരുമാനിച്ച ഒരു ഉറച്ച തീരുമാനം. അപ്പോ പ്രൊഫഷണൽ അപ്രോച്ച്. അതെ, ഇവിടെ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പറയാൻ ഇടയില്ലാത്ത രീതിയിൽ രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്രം ഇവിടെ ഇറക്കുന്നു. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് കേരളം പിടിക്കുക. ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ നിരന്തരം വന്നിരുന്ന് ഈ പറയുന്നത് പോലെ പത്രസമ്മേളനമൊന്നുമില്ല. മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് പോലും വളരെ കാച്ചിക്കുറുക്കി ഉത്തരമേ 1-2 പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മുണ്ട് ഉടുക്കാറിയെങ്കിൽ മടക്കി കുത്ത അറിയാന്ന് പറഞ്ഞു. പിന്നെ അതൊരു പഞ്ച് വർത്താനമായിരുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹം വേറൊരു കാര്യം, മലയാളം അദ്ദേഹം ഇപ്പൊ കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മലയാളം അറിയുന്ന നേതാക്കൾ മലയാളത്തിൽ മാത്രം സംസാരിച്ചിട്ട് എന്താണ് ഉണ്ടാക്കിയത്? അതിവിടെ തമ്മി കുത്താൻ അറിയാം, അത്രേ ഉള്ളൂ. അല്ലെ, ഒരു കിണ്ടി ഉണ്ടാക്കിയിട്ടില്ല. ഏതാണ്ട് 10 വർഷമായിട്ട് ഇവിടെ ഭരിച്ച് മുടിച്ചു വെച്ചിട്ടുണ്ട്. ഈ അവസാന നിമിഷം പോലും പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് വലി നടക്കുന്നു. കക്ഷത്തിൽ ഇരിക്കുകയാണ്. പിണറായിയുടെ കക്ഷത്തിലാ സതീശന്റെയും ചെന്നിത്തലയുടെ ഒക്കെ തല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറയുമ്പോൾ വെറുതെ വീൺവാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ കൊടുക്കുകയും ആ കാര്യങ്ങൾ നടപ്പാക്കാൻ ആർജവമുള്ള ആളുകൾ മുൻനിരയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾ മാറ്റിക്കുത്തും.
അല്ല, അതിനകത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രൊഫഷണലിസ്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, അദ്ദേഹം വന്ന ശേഷം ഈ താഴെത്തട്ടിലുള്ള നേതാക്കളുമായി അല്ലെങ്കിൽ അണികളുമായി, നേതാക്കളെക്കാൾ അണികളുമായി സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ BJPയുടെ പ്രസിഡന്റായി ആരും വിചാരിച്ചില്ല രാജീവ് ചന്ദ്രശേഖർ വരും എന്നുള്ള കാര്യം. ശോഭാ സുരേന്ദ്രൻ ആകാൻ വേണ്ടി ഒരു കൂട്ടം തന്ത്രങ്ങൾ ശോഭാ സുരേന്ദ്രൻ പയറ്റിയിട്ടുണ്ടായിരുന്നു. സുരേന്ദ്രന് അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ആകണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഇതിൽ പ്രീത പറഞ്ഞ ഒരു പോയിന്റ്, കുമ്മനം രാജശേഖരനെ പോലെ ഒരു പഴയ RSSകാർ ഇവിടെ കുറച്ച് പേരുണ്ട്. കുമ്മനം രാജശേഖരൻ വരെ പ്രസിഡന്റായിരുന്നു, വഴി വെച്ച് മതിയാക്കി പോയി. കുമ്മനത്തിനെ മാറ്റിയാണ് സുരേന്ദ്രനെ കൊണ്ടുവരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഗെയിം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം അതായത് പടല പിണക്കങ്ങളെക്കാൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ഭരണം പിടിക്കുക എന്നുള്ളതാണ്. ഇത് കേന്ദ്രം പറഞ്ഞത് 2031 കേരളം പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം പോലും ഞാൻ കണ്ട ഒരു രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പാക്കാം, പിന്നത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, നമ്മൾക്ക് നാളെ എന്ത് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം കണക്കുന്നത്. അതൊരു ടെക്നോക്രാറ്റിൻ്റെ ബുദ്ധി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം നോക്കുന്നത് BJPക്ക് വേണ്ടി എന്ത് ഏറ്റവും അടുത്ത് ചെയ്യാൻ കഴിയും. 31 വരെ നീണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അതായത് 2031 ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ പ്രസിഡന്റ് പദത്തിൽ നിൽക്കുക എന്നുള്ളതും ശ്രമകരമായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതാണ് പറയുന്നത്. ഇത്രയും ബിസിനസ്സൊക്കെ വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് വോട്ട് പോക്കറ്റിൽ വരും. കുടുംബാസൂത്രണ പാർട്ടി എന്ന BJPയെ പരിഹസിച്ചവർക്കിടയിൽ ഇന്ന് 3ാം ടേമും ഇന്ത്യ ഭരിക്കുകയാണ് BJP ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം മഷിയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് നാളെ BJP ചെയ്യുമെന്ന് ഏതെങ്കിലും ഒരു മാപ്രയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും ടാസ്ക് ആയിരുന്നത് പണ്ട് CPM-ലെ വിവരങ്ങൾ ചോർത്ത് കിട്ടാനായിരുന്നു. ഇപ്പോൾ അത് ചോർത്തി കൊടുക്കാൻ ആളുകൾ ഏറെയാണ്, നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ CPM-ലെ വാർത്തകൾക്കൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വിലയില്ലാത്ത ഒരവസ്ഥയാണ്. പക്ഷേ BJPക്കുള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ആർക്കും അറിയാൻ കഴിയും. പക്ഷെ അത് RSSന്റെ ഒരു സ്ട്രോങ്നെസ് ആണ്. അവരുടെ അവർ ആ ഒരു സ്ട്രോങ് ആണ്. RSSന്റെ ബാക്ക് ബോൺ ആണ് BJPയുടെ ശക്തി എന്ന് പറയുന്നത്. അതെ, RSSകാർ തന്നെയാണ് ഈ നരേന്ദ്രമോദിയൊക്കെ. അതെ, അതിലിപ്പോ എന്ത് പറ്റി? ഇപ്പോഴും എന്ത് പറ്റി? ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു? ഇന്ത്യ കുതിച്ചുയരുകയല്ലാണ്ട് ഇന്ത്യ ഒരു 10 വർഷം പുറകിലോട്ടാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും അല്ല. BJP ഭരണത്തിൽ വരുമ്പോൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ്, അവർക്ക് BJP ഇങ്ങനെ ഒരു ലക്ഷ്യം വയ്ക്കുന്നുണ്ടെങ്കിൽ, ഭരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കേരളത്തിൽ വരണം എന്നുള്ളത്, അതായത് കുറഞ്ഞത് എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ഒരു 20 വർഷത്തേക്കെങ്കിലും കേരളത്തിൽ എന്ത് നടക്കണം എന്നുള്ള പ്രൊപ്പഗാൻഡ പോലും BJPക്കുണ്ട്. മോദി അധികാരത്തിൽ വരുമ്പോഴും മോദിക്ക് ഇത്ര വർഷത്തേക്ക് മോദി പ്രധാനമന്ത്രി എന്തെല്ലാം അതിനുള്ളിൽ ആ ടേമുകൾക്കുള്ളിൽ ചെയ്തു തീർക്കണം എന്നുള്ളതുണ്ട്. ഇനി അടുത്ത പ്രധാനമന്ത്രി ആകേണ്ടത് ആര് എന്നുള്ളത് പോലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിങ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ UPI ആര് ഉപയോഗിക്കും? തെരുവിൽ ഒരു തക്കാളി കച്ചവടം നടത്തുന്നവർ ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചെടുത്ത് ഇന്ന് ഭിക്ഷക്കാരന്റെ കയ്യിൽ പോലും UPI പേയ്മെന്റ് ഉണ്ട് എന്നുള്ളതല്ലേ വാസ്തവം. അപ്പൊ അതിലേക്ക് ചിന്തിക്കുന്ന ഒരു പാർട്ടിയെ കുറിച്ച് ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ആളുകൾ, ഇന്ത്യ മഹാരാജ്യം നശിപ്പിച്ച പാർട്ടി, 60 കൊല്ലം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് നശിപ്പിച്ച പാർട്ടി, എന്നിട്ട് അവരിനെ എന്ത് പറയാനാ? പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. ഈ പറയുന്ന പോലെ ഈ 26-ൽ ഇത് നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. 26-ൽ നടക്കണം എന്നുള്ളതല്ല, അവരുടെ പ്ലാൻ അതാണ്. ഇപ്പൊ തരൂരിനെ ഈ കേന്ദ്ര സംഘത്തിലേക്ക് യൂത്തിന്റെ വോട്ട് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമുക്ക് BJPക്ക് അത് എന്താ പറയാ, അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം. ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ ചുവടുവെപ്പാണ് ഈ നയതന്ത്ര ടീമിലേക്ക് കൊണ്ടുവന്നത്. 2, പ്രതിപക്ഷം കോൺഗ്രസ് വന്ന് ഇനി എന്ത് ചെയ്യാനാണ്? ഇനി കോൺഗ്രസിൽ തമ്മിലടിയാണ്. കോൺഗ്രസിന്റെ അസ്തമന സമയത്ത് ഇനി അവർ എന്ത് ചെയ്യണം? കോൺഗ്രസിന്റെ അസ്തമന സമയത്ത് എന്ത് ചെയ്യണം ചേട്ടൻ ചോദിക്കുന്നു. അപ്പൊ ഈ 2 സാഹചര്യങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെയാണുള്ളത്, സാധ്യതകൾ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വെച്ചത് തരൂരിനെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടുക. അതിനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ കേന്ദ്ര സംഘത്തിലേക്ക് നിയോഗിച്ചത്. അതായത് ഈ ഒരു അജണ്ട
രാജീവ് ചന്ദ്രശേഖരന്റെ ബുദ്ധി ഒരു പക്ഷേ കേന്ദ്രത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ അത് മുൻനിർത്തി തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്സിക്യൂഷൻ ആണ് നടന്നിരിക്കുന്നത്. അല്ലാതെ ഈ കോൺഗ്രസ് ഇനി ഭരണത്തിൽ കേന്ദ്രത്തിൽ പോലും ഇന്ത്യ സഖ്യം വരുമ്പോൾ ഇന്ത്യ സഖ്യം ചിതറി തുടങ്ങി എന്നുള്ളത് ചിദംബരം വരെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ സ്ഥാനത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു കൃത്യമായ പദവി കിട്ടുക? അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടി അദ്ദേഹത്തെ മുന്നിൽ നിർത്തി കേരളം പിടിക്കാൻ തുനിയുകയാണെങ്കിൽ അതിൽ ജനങ്ങൾ പോലും ഒരുപക്ഷെ തിരിഞ്ഞു നോക്കും എന്ന് എനിക്ക് തോന്നില്ല. കാരണം തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ജനങ്ങൾ പോലും അതിനൊപ്പമായിരിക്കും നിൽക്കുക. ഈ രണ്ട് പാർട്ടികളെയും കൊണ്ട് വെറുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഇത് തന്നെ ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിന് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ബുദ്ധിക്ക് കേന്ദ്രത്തിന്റെ പച്ചക്കൊടി എന്തായാലും ഉണ്ട്.